നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും അങ്ങോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. ഇത്തവണ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിർത്തി കടന്നു വരുന്നവരെ മാത്രമല്ല, മറിച്ച് നിലവിൽ യുഎസിൽ നിയമപരമായി താമസിക്കുന്നവരെയും അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെയുമാണ്. അന്താരാഷ്ട്ര മാധ്യമമായ സലോൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടം പൗരത്വ അവകാശങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ട്രംപിന്റെ പുതിയ നീക്കം? ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ട്രംപിന്റെ നടപടികൾ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവരിൽ മാത്രമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിലവിൽ ഗ്രീൻ കാർഡ് ഉള്ളവർ, വിവിധ വിസകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം മേൽ കടുത്ത പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇമിഗ്രേഷൻ അഭിഭാഷകരും അപേക്ഷകരും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗ്രീൻ കാർഡിനും പൗരത്വത്തിനുമായി അപേക്ഷിക്കുന്നവരുടെ രേഖകൾ മുൻപത്തേക്കാളും കർശനമായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, വിദേശയാത്രകളുടെ ചരിത്രം, കൂടാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരെ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു സാധാരണ അഭിപ്രായം പോലും നിങ്ങളുടെ പൗരത്വ അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമായേക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നിയമപരമായ കുടിയേറ്റത്തിന്റെ വഴികൾ പോലും ട്രംപ് ഭരണകൂടം അടച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎസിലെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അഥവാ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ തീവ്ര ശ്രമമാണ് ഇപ്പോൾ യുഎസിൽ നടക്കുന്നത്. യുഎസ് ഭരണഘടനയുടെ 14ാം ഭേദഗതി അനുസരിച്ച് യുഎസ് മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്വയമേ അവിടുത്തെ പൗരത്വം ലഭിക്കും. മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായാലും നിയമവിരുദ്ധമായി അവിടെ എത്തിയവരായാലും ഈ അവകാശം ലഭിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പ്രമുഖ കൺസർവേറ്റീവ് നിരീക്ഷകന്റെ പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഈസ് സൂയിസൈഡ് ഫോർ അവർ കൺട്രി എന്നാണ്. ഇതിലൂടെ ട്രംപ് നൽകുന്ന സൂചന വ്യക്തമാണ്. ഈ നിയമം പൂർണ്ണമായും നിർത്തലാക്കാൻ അദ്ദേഹം ഏതൊരറ്റം വരെയും പോകും. യുഎസിലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് ലോകത്ത് ഈ നിയമമുള്ള ഏക രാജ്യം നമ്മളാണെന്നാണ്. ഇതൊരു പഴുതാണെന്നും ജനങ്ങൾ ഇത് ചൂഷണം ചെയ്യുകയാണെന്നും അദ്ദേഹം വാദിക്കുന്നു. ഈ അവകാശം വെറും അപമാനമാണെന്നാണ് ട്രംപിന്റെ പക്ഷം പറയുന്നത്. യുഎസിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം കറുത്ത വർഗ്ഗക്കാരായ അടിമകളുടെ കുട്ടികൾക്ക് പൗരത്വം ഉറപ്പാക്കാനാണ് 14ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് പൗരത്വ അവകാശങ്ങൾ ആർക്കും എടുത്തു മാറ്റാൻ കഴിയരുത് എന്നായിരുന്നു അതിന്റെ ലക്ഷ്യം. എന്നാൽ ട്രംപ് ഈ ചരിത്രത്തെ പോലും ചോദ്യം ചെയ്യുകയാണ്. വിമർശകർ പറയുന്നത് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ വംശീയവും അല്ലാത്തതുമായ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണ്. വിമർശകർ പറയുന്നത് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വംശീയവും അല്ലാത്തതുമായ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണ്. അമേരിക്കയുടെ തനത് സംസ്കാരവും വംശീയ സമവാക്യങ്ങളും കുടിയേറ്റക്കാർ കാരണം മാറിമറിയുന്നു എന്ന ഭയമാണ് ട്രംപിനും അനുകൂലികൾക്കും ഉള്ളത്. ഇത് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നതും. ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് നിർത്തലാക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭരണഘടനാ യുദ്ധത്തിലേക്കാണ് ഇത് വഴിമാറുന്നത്. സുപ്രീം കോടതിയിൽ ഈ കേസ് നിലവിൽ കടുത്ത വാദപ്രതിവാദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനും ആവശ്യമാണെന്നാണ്. എന്നാൽ കുടിയേറ്റക്കാരുടെ അധ്വാനത്തിൽ പടുത്തുയർത്തിയ അമേരിക്കയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെയാണ് ട്രംപ് തകർക്കുന്നത് എന്നാണ് മറുവിഭാഗം വാദിക്കുന്നത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്താകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരുടെ ഭാവി.